Hello, welcome to Rich Short Talks. Hello everyone, it's me Rahul. Welcome to Rich Chat Talks. സോ വൈകുന്നേരം വരെ കാത്തിരുന്ന് അവസാനം നമുക്ക് അറൌണ്ട് 2 o'clock കഴിഞ്ഞപ്പോൾ ഒരു എൻട്രി കിട്ടി അല്ലെ. രാവിലെ മുതലേ നമ്മള് ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്ത കുറച്ച് പേരാണ് ഇന്നലെ പറഞ്ഞിട്ട് ജോയിൻ ചെയ്ത തുച്ഛമായ ആൾക്കാർ. പക്ഷെ അവർക്ക് ഞാൻ രാവിലെ മുതലേ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എൻട്രീസ് അതായത് പറയുന്നുണ്ടായിരുന്നു. ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നവരെ നമ്മൾ സ്റ്റോക്കുകൾ നോക്കാം. അങ്ങനെ നമ്മൾ 1-2 സ്റ്റോക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 2 പ്രോഫിറ്റിൽ പോയി. അതിൽ ഒന്ന് ടാർഗറ്റും അടിച്ചു. നമ്മുടെ ICICI ലോൺ നമ്മൾ എൻട്രി പറയുമ്പോൾ തന്നെ പറഞ്ഞിട്ട് കറക്റ്റ് നമ്മൾ ടാർഗറ്റും വരച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് അത് ഒരു റീട്രേസ് ആയി ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഹായ്. സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ICICI ലോൺ. ഇത് നമ്മള് ഈ ക്യാൻഡില് ഈ ഫസ്റ്റ് 10:30 ക്യാൻഡിലിൽ നമ്മൾ ഇത് ബ്രേക്ക് ചെയ്തപ്പം ഞാൻ ഇത് വരച്ചിട്ടുണ്ടായിരുന്നു. എൻട്രി ഞാൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെലഗ്രാം ചാനലുള്ള ആൾക്കാർ ജോയിൻ ചെയ്തവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവും, അവർ കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2057.90. ഓക്കെ, 2057. ഇത് നമ്മുടെ ടാർഗറ്റ് ഈ ലൈൻ ടെലഗ്രാം ചാനലിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്യാൻ അറിയാം. ഈ ലൈൻ, അതായത് ഈ ലൈൻ കറക്റ്റ് ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് എക്സാക്ട് ടാർഗറ്റ് വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ എക്സാക്ട് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തിട്ടാണ് ഇത് റിവേഴ്സ് ആയിട്ടുള്ളത്. സോ ഈ ടാർഗറ്റ് ഇവിടെ എത്തിയപ്പം ഞാൻ സെയിം ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ദ പ്രോഫിറ്റ്. സോ അവിടുന്ന് ബുക്ക് ചെയ്തവർക്ക് ആ പ്രോഫിറ്റ് ഇവിടുന്ന് ഏകദേശം ഒരു 20-30 പോയിന്റ്സ് ക്യാച്ച് ചെയ്തിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ടൈറ്റൻ നമ്മൾ എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റീട്രേസിൽ. കറക്റ്റ് ആ റീട്രേസ് ചെയ്തിട്ട് ഇപ്പം ഓണിലാണ്. ടാർഗറ്റ് എത്തിയിട്ടില്ല, ബട്ട് സ്റ്റിൽ പ്രോഫിറ്റിലാണ്. ലാസ്റ്റ് ഡേ ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ടാവും. അതല്ല ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് മുകളിലോട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇനി നിഫ്റ്റിയിലോട്ട് പോവാം. നിഫ്റ്റിയിലും നമുക്ക് രാവിലെ മുതലേ ഞാൻ കണ്ടിന്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി വരുന്നവരെ സ്റ്റിൽ വെയിറ്റ്. ഓക്കെ, സോ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ള ഞാൻ നാട്ടിലല്ല ഉള്ളത്, ഞാൻ US ഉള്ളത്. സോ ഞാൻ ഏകദേശം ഇന്നലെ 2 മണി വരെ, രാത്രി 2 മണി വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട്. ഈ ഒരു എൻട്രി ഏകദേശം 2 മണിക്കാണ് എന്റെ ഇവിടുത്തെ ഇത് ബ്രേക്ക് ചെയ്തത് രാത്രിയിൽ. അതുവരെ ഞാൻ അപ്ഡേറ്റ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ടെലഗ്രാം ചാനലില്. നോ എൻട്രീസ് നൗ, നമുക്ക് പ്ലീസ് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഉള്ളവര് എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്, താങ്ക് യു. സോ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം 111-115 ഉള്ള പ്രീമിയം ഞാൻ അതിനകത്ത് 600 PE അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വീക്കിൽ എൻട്രി എടുക്കാനായിരുന്നു ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മള് അവിടുന്ന് എൻട്രി എടുത്താൽ പോലും അവിടുന്ന് ഒരു 15-18 പോയിന്റ്സ് മൂവ് ചെയ്തു. ഓക്കെ, ഫൈനലി നിങ്ങൾ വൈകുന്നേരം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു 15 പോയിന്റ് എന്തായാലും ബുക്ക് ചെയ്തിട്ടുണ്ടാവും താഴോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ ടാർഗറ്റ് 25,400 ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ടാർഗറ്റ്. 25,550 ഇവിടെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ പറ്റും. സോ നമുക്ക് നാളെ മാർക്കറ്റ് ലീവാണ്. സോ നാളെ കഴിഞ്ഞാൽ വ്യാഴാഴ്ച നമുക്ക് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. സോ മാർക്കറ്റിന് താഴോട്ട് വീഴാനുള്ള, അതായത് ഒരു റിവേഴ്സൽ ഷോർട്ട് ടൈം കറക്ഷനിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ 2 ദിവസം മുന്നേ പറയുന്നുണ്ട് മാർക്കറ്റ് ബിയർസിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ എൻട്രി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രേഡിംഗ് ഈസ് എ പേഷ്യൻസ് ഓഫ് ആർട്ട്. സോ രാവിലെ നമ്മളിങ്ങനെ എനിക്ക് എൻട്രി വേണം എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് എൻട്രി കിട്ടത്തില്ല. സോ ഇപ്പം ഈ ഒരു മൂവ്മെന്റ് ആൾക്കാർ വിചാരിക്കും ഈ ഒരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഈ ഒരു ക്യാൻഡിൽ കണ്ടോ, ഇതൊരു ഹൈയിലും അല്ല, ഇതൊരു ലോയിലും അല്ല. ഓക്കെ, ഇത് സെന്ററിൽ മാർക്കറ്റിന്റെ ഏകദേശം നടുഭാഗത്ത് ഓപ്പൺ ചെയ്ത് താഴോട്ട് വീണു. ഓക്കെ, വിത്തൗട്ട് അനാലിസിസ് ഒരു റെഡ് ക്യാൻഡിൽ കണ്ടിട്ട് ചാടി കയറി എടുക്കുന്നവർക്ക് ചിലപ്പം കിട്ടുമായിരിക്കും. പക്ഷെ അത് എത്ര നാൾ കിട്ടും? ഇറ്റ്സ് നോട്ട് എ ഒരു ശാശ്വതമായ ഒരു പ്രോഫിറ്റ് അല്ല. അത് ഇന്ന് കിട്ടും നാളെ പോകും. സോ നമ്മള് ലോസിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പലതുണ്ട്. സോ നമുക്ക് നല്ലൊരു ഗുഡ് സെറ്റപ്പ് ആയിട്ട് നേരെ വെയിറ്റ് ചെയ്യുക. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്
ആ സെറ്റപ്പിൽ നമ്മൾ ട്രേഡ് എടുക്കുക. കാരണം നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, നമുക്ക് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. മറ്റേത് നമുക്ക് അറിയില്ല. ഓക്കെ, ഒരു ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് എക്സിറ്റ് ആവും. ഓക്കെ, ഫോമോ വരും, അങ്ങനെ പല കാര്യങ്ങളും വരും. ഇതാകുമ്പോൾ നമുക്കൊരു വ്യൂ ഉണ്ട് എവിടെ വരെ പോകും. ഇപ്പൊ നമ്മൾ 2 days വെയിറ്റ് ചെയ്തു അല്ലെ, ഈ ഒരു എൻട്രിക്ക് വേണ്ടി നമ്മൾ 2 days വെയിറ്റ് ചെയ്തു. ഓക്കെ, ലാസ്റ്റ് ഫ്രൈഡേ അനാലിസിസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ പിന്നെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്ക് 25,750 വെയിറ്റ് ചെയ്യുന്നവർ വെയിറ്റ് ചെയ്യാം, പ്ലീസ് വെയിറ്റ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ റെസ്പോൺസും ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് പേര്, ഉള്ള ആൾക്കാർ. ഓക്കെ, സോ ഇപ്പം എന്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാമിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്, അതായത് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നവരെ ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ് ഇതേപോലെ കണ്ടിന്യൂസ് ആയി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല നല്ല സ്റ്റോക്സ് ഉണ്ടെങ്കിൽ അതും നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് അതിനകത്ത് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, സോ ഇത് നെക്സ്റ്റ് മൺഡേ, അതായത് നാളെയല്ല മറ്റന്നാൾ വ്യാഴാഴ്ച വെനസ്ഡേ മാർക്കറ്റ് ഗുരുനാനക് ജയന്തി അവധിയാണ് ഇന്ത്യയിൽ. സോ നാളെ നമ്മുടെ എൻട്രി ഓൾറെഡി ട്രിഗർ ആണ്. നമുക്ക് നാളെ ഇന്നത്തെ ഡേയിലൂടെ താഴെ മാർക്കറ്റ് വരികയാണെങ്കിൽ, ഇവിടെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇനി മാർക്കറ്റിന് ഇവിടെ മേജർ ആയിട്ടുള്ള സപ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മാർക്കറ്റിന് ഇല്ല. ഓക്കെ, ഈ മാർക്കറ്റ് കാണോ ഈ 1 day 1 ഹവറിൽ ഇതൊരു ഹ്യൂജ് ക്യാൻഡിലാണ്. ഏകദേശം ഇതിന്റെ ലോയിലായിരിക്കും ഇനി അടുത്തൊരു സപ്പോർട്ട് വരിക. സോ ഏകദേശം ഇവിടുന്ന് ഇപ്പൊ ട്രേഡ് ഇപ്പം എടുത്ത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നവർക്ക് എന്തായാലും ഈ ടാർഗറ്റ് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഒരു 60-70% ചാൻസ് കൂടുതലാണ്. അതിനല്ല, അത് കഴിഞ്ഞിട്ട് താഴോട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വരികയാണെങ്കിൽ താഴോട്ടുള്ള ടാർഗറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ മാർക്കറ്റ് ഈ ഒരു എം പാറ്റേൺ റെസ്പെക്ട് ചെയ്തു, ഇത് ബ്രേക്ക് ചെയ്തു, താഴോട്ട് വീണു മാർക്കറ്റ്. സോ നമുക്ക് തുടർന്നുള്ള താഴോട്ടുള്ള ടാർഗറ്റ്സ് നമുക്ക് മാക്സിമം, അതായത് നമ്മുടെ ഫേവറിൽ ട്രേഡ് പോയി കഴിഞ്ഞാൽ അത് മാക്സിമം പ്രോഫിറ്റ് അതിന് അച്ചീവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ട്രേഡ് ചിലപ്പോൾ ആഴ്ചയിൽ 1-2 വട്ടമായിരിക്കും നമ്മുടെ ഫേവറിൽ ട്രേഡ് പോവാം. അപ്പൊ അതിന് മാക്സിമം ഇത് അച്ചീവ് ചെയ്യാൻ നോക്കുക. സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഓൾറെഡി വരച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതായത് വീക്കിലിയിലും ഡെയിലിയിലും ഒക്കെ ഉള്ള ഈ ഒരു ട്രെൻഡ് ലൈൻ കാണിച്ചു തരാം. 1 വീക്കിലിയിൽ ഉള്ള ഈ ട്രെൻഡ് ലൈൻ. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്ന ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടാണ് നല്ല ഹ്യൂജ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളോട്ട് പോയത്. സോ അതൊരു മേജർ സപ്പോർട്ടായിട്ട് എന്തായാലും താഴെ നമുക്ക് ആക്ട് ചെയ്യും. അതല്ല, മൈനർ സപ്പോർട്ടായിട്ട് നമുക്ക് ക്യാൻഡിൽസും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. സോ നമുക്ക് 25,550 ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും 25,500 സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും 25,450 400 ഇത് ഇങ്ങനെ ഈ ഒരു മൂവ്മെന്റ് നിഫ്റ്റിക്ക് തുടർന്നുണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ബട്ട് മാർക്കറ്റ് ആണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ഒരു മാർക്കറ്റ് ഒരു റിവേഴ്സൽ കാണിക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് കൊണ്ടുവരിക, സ്റ്റോപ്പ് ലോസ് മാക്സിമം ട്രെയിൽ ചെയ്ത് കൊണ്ടുവരിക, അതിന് മാക്സിമം പ്രോഫിറ്റിനെ ക്യാച്ച് ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ 25,550ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. 25,000 ഈ ഒരു ഇന്നത്തെ ഡേ ലോ 578 ഈ ഒരു ഡേ ലോ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കാം. ഓക്കെ, ട്രേഡ് എടുക്കാൻ വിടുന്നു, കാരണം ബിയർഷാണ് മാർക്കറ്റ്. നമുക്കിനി മുകളിലോട്ടുള്ള ട്രേഡ് വരണമെങ്കിൽ 25,700 ഇത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിൽ ഒരു ക്ലോസ് വരണം. ഇതാ മാർക്കറ്റ് മാത്രമേ 25,700 25,700 മുകളിൽ മാർക്കറ്റ് വന്നാൽ മാത്രമേ ഇനി നമുക്ക് ഒരു അപ്സൈഡിലോ ട്രേഡ് ഉണ്ടാകത്തുള്ളൂ. അതിനു മുന്നേ നമുക്ക് ട്രേഡ് ഉണ്ടാകത്തില്ല. ഓക്കെ, സോ എല്ലാവരും ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. എന്തെങ്കിലും അനാലിസിസ് വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്യാം. ന്യൂസസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ന്യൂസസ് എല്ലാം ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. മാർക്കറ്റ് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇനി ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.